1968 ഡിസംബർ 10 ടോക്കിയോ. അന്ന് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നിഹോൺ ട്രസ്റ്റ് ബാങ്കിന്റെ മാനേജർ അസ്വസ്ഥനായിരുന്നു. കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിനെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ 4 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു കത്ത് കൂടി ലഭിച്ചു. $6 ബില്യൺ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത്. അത് ലഭിച്ചില്ലെങ്കിൽ തന്റെ വീട് ബോംബ് വെച്ച് തകർക്കും എന്നൊരു ഭീഷണിയും കത്തിലുണ്ടായിരുന്നു. സിനിമ മാസികകളിൽ നിന്നും മുറിച്ചെടുത്ത അക്ഷരങ്ങൾ വെച്ചായിരുന്നു ആ കത്ത് എഴുതിയത്. മാനേജർ ഇത് പോലീസിനെ അറിയിച്ചു. അങ്ങനെ ബാങ്കും മാനേജറുടെ വീടും പോലീസിന്റെ നിരീക്ഷണത്തിലായി. മാനേജർ ഇക്കാര്യം ബാങ്കിലെ ജീവനക്കാരുമായി പങ്കുവച്ചു. എന്നിരുന്നാലും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ബാങ്കിലെ മാനേജർ ആയതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്നും പെട്ടെന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ജോലിയിൽ തന്നെ തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഷെഡ്യൂൾ ഡ്രോപ്പ് ചെയ്യുന്നതിനായി തന്റെ 4 ജീവനക്കാരെ അടുത്തുള്ള തോഷിബ ഫാക്ടറിയിലേക്ക് മാനേജർ അയക്കുന്നു. അങ്ങനെ അവർ 4 പേരും ബാങ്കിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ ബാങ്ക് വിട്ട് അധികം താമസിക്കാതെ തന്നെ ഒരു പോലീസ് സൈറൻ അവരെ പിന്തുടരുന്നു എന്ന് അവർ മനസ്സിലാക്കി. അദ്ദേഹം തന്റെ ബൈക്ക് കാറിന് മുന്നിൽ ഓവർടേക്ക് ചെയ്ത് നിർത്തി മുന്നറിയിപ്പ് നൽകി. ബാങ്ക് മാനേജറുടെ വീട് ബോംബ് വെച്ച് തകർത്തിരിക്കുന്നു. ധാരാളം പേർക്ക് പരിക്കുമുണ്ട്. പോലീസ് ഇത്രയധികം കരുതലെടുത്തിട്ടും അത് സംഭവിച്ചു. പക്ഷേ അത് അവിടെ അവസാനിച്ചില്ല. ഭീഷണികൾ പിന്നെയും ഉയർന്നു. ബാങ്കും അതിലെ ജീവനക്കാരും അപകടത്തിലാണ്. പ്രത്യേകിച്ചും ബാങ്കിന്റെ ലോഗോ അടങ്ങിയ കാറുകൾ. ഓഫീസർ കാർ സെർച്ച് ചെയ്യുവാൻ ആരംഭിക്കുന്നു. കാറിന്റെ അടിവശം അദ്ദേഹം സെർച്ച് ചെയ്യുന്നു. എന്നാൽ സെർച്ച് മുഴുവനാകുന്നതിന് മുമ്പ് തന്നെ കാറിന്റെ ഉള്ളിൽ നിന്നും പുകയും ചെറിയ തീജ്വാലയും വരുന്നത് ബാങ്ക് ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ എല്ലാവരും പരമാവധി വേഗത്തിൽ ഓടുവാൻ തുടങ്ങി. അങ്ങനെ ബാങ്കിലെ ജീവനക്കാർ ഒരു മതിലിന് പുറകിലെത്തി അവിടെ നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. അരമണിക്കൂർ കഴിഞ്ഞു. ഒരു സ്ഫോടനവും ഉണ്ടായില്ല. അവർ തിരിഞ്ഞു നോക്കി. കമ്പനിയുടെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. കൂടെ പോലീസ് ഓഫീസറും. സുരക്ഷയ്ക്കായി അദ്ദേഹം കാർ മാറ്റിയോ? എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ അവർ ബാങ്കിലേക്ക് വിളിച്ചു. അവർ ഞെട്ടി. ബാങ്ക് മാനേജറായിരുന്നു ഫോൺ എടുത്തത്. അവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല. ബാങ്ക് മാനേജറുടെ വീട് പൊട്ടിത്തെറിച്ചിട്ടും ഉണ്ടായില്ല. എല്ലാം ശാന്തമായപ്പോൾ സംഭവിച്ചതെന്തെന്ന് അവർക്ക് മനസ്സിലായി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള ആസൂത്രണമായിരുന്നു കുറ്റവാളി നടത്തിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ചെത്തിയ അദ്ദേഹം ഇപ്പോൾ 523 തോഷിബ ജീവനക്കാരുടെ ബോണസ് പേയ്മെന്റുകൾ കൊണ്ടാണ് പോയത്. മോഷ്ടിച്ച തുക $6 ബില്യൺ ആയിരുന്നു. അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ട അതേ $6 ബില്യൺ. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് 120ഓളം തെളിവുകൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അവയെല്ലാം കേസിനെ വഴിതിരിച്ചു വിടാനായി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതായിരുന്നു. 1/2 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും കുറ്റവാളിയെ കണ്ടുപിടിച്ചിട്ടില്ല. ജാപ്പനീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കവർച്ചയാണ് ഇത് എന്ന് ചിലർ പറയുന്നു. പക്ഷേ ഇതുതന്നെയാണോ ഒരു പെർഫെക്റ്റ് ക്രൈം? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?